ലക്ഷ്യ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അർച്ചന. ഞാനിന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രമാണ്. അപ്പോൾ ഫിസിക്സിലേക്ക് കടക്കുന്നതിന് മുൻപേ ഫിസിക്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം. അപ്പോൾ ആദ്യമായിട്ട് ദ്രവ്യത്തെ പറ്റി പഠിക്കണം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. രണ്ടാമത്തേത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. 3 വർക്ക്, എനർജി ആൻഡ് പവർ. 4 പ്രകാശം. പ്രകാശം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രകാശത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അടിസ്ഥാന വസ്തുതകൾ പഠിക്കാനുണ്ട്, ലൈറ്റ് ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, മിറേഴ്സ്, ലെൻസ്, അങ്ങനെ പ്രകാശത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സൗണ്ട്, ശബ്ദം, താപം, ഹീറ്റിനെ കുറിച്ച് പഠിക്കണം. ആണവശാസ്ത്രം, ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ച് പഠിക്കണം. ചലനം, മോഷനെ കുറിച്ച് പഠിക്കണം. ഫോഴ്സ്, ബലം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വൈദ്യുതി, ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകൾ. അപ്പോൾ ഇന്ന് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക്, എനർജി, പവർ. വർക്ക്, എനർജി, പവർ എന്ന ചാപ്റ്ററാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 2 വ്യക്തികളെ കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കുക. ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഫിസിക്സ്? ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഐസക് ന്യൂട്ടൺ. ഫാദർ ഓഫ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഐസക് ന്യൂട്ടൺ. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആര്? ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ഈ 2 പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഫാദർ ഓഫ് ഫിസിക്സ് ഐസക് ന്യൂട്ടൺ, ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കടക്കാം. വർക്ക്, എനർജി ആൻഡ് പവർ. എന്താണ് വർക്ക്? എന്താണ് പ്രവൃത്തി? ഞാൻ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ചലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു എന്നർത്ഥം. ഞാൻ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ചലനം അഥവാ സ്ഥാനാന്തരം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു എന്നർത്ഥം. അതായത് ഇതാണ് ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ഒരു ബലം അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വസ്തുവിന് ഒരു ചലനം അഥവാ സ്ഥാനാന്തരം ഉണ്ടാകുന്നു. അതിനർത്ഥം എന്താണ്? ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ നിന്നും പ്രവൃത്തി അഥവാ വർക്കിൻ്റെ ഫോർമുല നമുക്ക് പഠിക്കാം. വർക്ക് ഇസ് ഈക്വൽ ടു അപ്ലൈ ചെയ്യുന്ന ബലം, ഫോഴ്സ്, ഇൻറ്റു സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. പ്രവൃത്തി എന്ന് പറയുന്നത് ഫോഴ്സ്, ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്ത് പറയാം? ന്യൂട്ടൺ മീറ്റർ, അഥവാ വർക്കിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിനെ 2 യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ന്യൂട്ടൺ മീറ്റർ, മറ്റൊന്ന് ജൂൾ ആണ്. അപ്പോൾ ഈ ഞാൻ എഴുതിയ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ, ഇത് ഏത് യൂണിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ ഇത് SI യൂണിറ്റ് ആണ്. സാധാരണയായി യൂണിവേഴ്സലി അക്സെപ്റ്റഡ്, ലോകവ്യാപകമായി അംഗീകരിച്ച ഒരു യൂണിറ്റ് ആണ് SI യൂണിറ്റ്. പല യൂണിറ്റ് സമ്പ്രദായങ്ങളുണ്ട്. CGS യൂണിറ്റ്, MKS യൂണിറ്റ്, FPS യൂണിറ്റ്, അങ്ങനെ പല യൂണിറ്റ് സമ്പ്രദായങ്ങളുണ്ട്. എന്നാൽ 1960-ൽ ലോകവ്യാപകമായി അംഗീകരിച്ച ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് SI സിസ്റ്റത്തിലാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ വർക്കിന്റെ യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത്, ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. ഇനി CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ കൃത്യമായി CGS സിസ്റ്റത്തിൽ വർക്കിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. അല്ലാതെ ജനറലായിട്ട് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക SI സിസ്റ്റത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് വർക്ക് ഇൻ SI സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ എന്ന് പറയുന്നു. എന്നാൽ വർക്കിന്റെ CGS യൂണിറ്റ് എന്താണ്? വർക്കിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. വർക്കിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്. ഇനി ഈ ജൂൾ എന്ന് പറയുന്ന SI യൂണിറ്റും CGS ആയ എർഗ് എന്ന് പറയുന്ന യൂണിറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇത് മുൻ ചോദ്യ പേപ്പറിൽ ചോദിച്ചതാണ്. നോക്കാം. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. ഇത് മുൻവർഷ ചോദ്യ പേപ്പറിലെ ചോദ്യമാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. എർഗ് എന്ന് പറയുന്നത് വർക്കിൻ്റെ CGS യൂണിറ്റ് ആണ്. ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ SI യൂണിറ്റ് ആണ്.
ഇതേപോലെ തന്നെ ഫോഴ്സ് നോക്കാം. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഫോഴ്സിന്റെ CGS യൂണിറ്റ് ചോദിച്ചതാണ്. ഫോഴ്സിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ അത് ഡൈൻ ആണ്. ഇവർ തമ്മിലും ഒരു റിലേഷൻ ഉണ്ട്. 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് പ്രവൃത്തി? ഞാൻ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു എന്നർത്ഥം. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ബലവും സ്ഥാനാന്തരത്തിന്റെ പ്രോഡക്റ്റ് ആണ് വർക്ക് ഡൺ. ഇനി ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ വർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നും പറയാം. വർക്കിന് മറ്റൊരു SI യൂണിറ്റ് ഉണ്ട്, അതാണ് ജൂൾ. വർക്കിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഇവർ തമ്മിലുള്ള റിലേഷൻ 1 ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗ് ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ഫോഴ്സിന്റെ CGS യൂണിറ്റ് ഡൈൻ. ഇവർ തമ്മിലുള്ള റിലേഷൻ 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ. ഇനി മറ്റൊരു ചോദ്യം ഡിഗ്രിക്ക് ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്? ഒരു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫിന്റെ ഏരിയ എന്ത് തരുന്നു? നമുക്കറിയാം വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പോൾ ഇത് ഫോഴ്സ് ആണ്, എക്സ് ആക്സിസ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് gives you area. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ ഏരിയ എന്ത് തരുന്നു? വർക്ക് ഡൺ ആണ്. കാരണം ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ് ജനറൽ ഇക്വേഷൻ. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, വൈ ആക്സിസിൽ എന്ന് പറയുന്നത് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗിവ്സ് യു വർക്ക് ഡൺ. ദ ഏരിയ ഓഫ് എ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗിവ്സ് യു വർക്ക് ഡൺ. വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി വർക്കിനെ തന്നെ നമുക്ക് മൂന്നായി തിരിക്കാം. വർക്കിനെ നമുക്ക് മൂന്നായി തിരിക്കാവുന്ന ഒന്ന് പോസിറ്റീവ് വർക്ക്, 2 നെഗറ്റീവ് വർക്ക്, 3 സീറോ വർക്ക്. അപ്പോൾ വർക്കിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പോസിറ്റീവ് വർക്ക് എന്നാൽ എന്ത്? ഞാൻ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുവാണ്. അപ്പം ഞാൻ ആ ബലം പ്രയോഗിക്കുന്ന അതേ ദിശയിൽ തന്നെയാണ് വസ്തു ചലിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരം വർക്കിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് വർക്ക്. ഞാൻ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുവാനും അതേ ദിശയിൽ തന്നെയാണ് ചലനവും സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവാണ്. അതായത് വർക്ക് പോസിറ്റീവ് ആവണമെങ്കിൽ ബലം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു മേശ തള്ളുകയാണ്. അപ്പം മേശയിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഞാൻ അപ്ലൈ ചെയ്യുന്ന അതേ ഫോഴ്സിൻ്റെ അതേ ദിശയിൽ തന്നെയാണ് മേശ ചലിക്കുന്നത്, സ്ഥാനാന്തരം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്കാണ്. പോസിറ്റീവ് വർക്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്, ഒരേ ദിശയിലാണ്. ഇനി എന്താണ് നെഗറ്റീവ് വർക്ക് എന്ന് നോക്കാം. ഞാൻ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുന്നു, എന്നാൽ ആ വസ്തു ചലിക്കുന്നത് എതിർ ദിശയിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന വർക്ക് ഒരു നെഗറ്റീവ് വർക്കാണ്. ഞാൻ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ എതിർ ദിശയിലാണ് വസ്തുവിന് ചലനം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരം വർക്കിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് വർക്ക്. ഉദാഹരണം, നമ്മൾ നടക്കുവാണ്. നമ്മൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കാൽപാദം എങ്ങനെയാണ് നിലത്ത് സ്പർശിക്കുന്നതെന്ന്. നമ്മുടെ കാൽപാദം നമ്മൾ പൊക്കുമ്പോൾ ഒരു ബാക്ക്വേർഡ് ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്നാൽ നമ്മൾ പോകുന്നത് ഫ്രണ്ടിലേക്കാണ്. കാൽപാദം നിലത്ത് പതിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഫോഴ്സ് ആണ്. നമ്മൾ ബാക്കിലേക്കാണ് ഒരു ബലം പ്രയോഗിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുന്നത്. അതായത് പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് ബാക്കിലേക്കാണ്, എന്നാൽ മോഷൻ അഥവാ സ്ഥാനാന്തരം സംഭവിക്കുന്നത്, ചലനം സംഭവിക്കുന്നത് ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തു പറയുന്നു? ഒരു നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നു. മറ്റൊരു ഉദാഹരണം പറയാം. വടംവലി മത്സരം നടക്കുകയാണ്. വടംവലി മത്സരം നടക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു? ഈ വടം വളരെ ശക്തമായി ബാക്കിലേക്കാണ് വലിക്കുന്നത്. എന്നാൽ നമ്മുടെ എതിർ ദിശയിലുള്ള ആളുകൾ കൂടുതൽ ശക്തരാണെങ്കിൽ നമ്മൾ എത്ര ബലം ബാക്കിലേക്ക് കൊടുത്താലും നമ്മൾ എങ്ങോട്ടേക്കാണ് ചലിക്കുന്നത്? ഫ്രണ്ടിലേക്കാണ് ചലിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ബാക്കിലേക്ക് എടുക്കുന്നു, എന്നാൽ നമ്മൾ ചലിക്കുന്നത് ഫ്രണ്ടിലേക്കാണ്. അതുകൊണ്ട് അതും ഒരു നെഗറ്റീവ് വർക്കിന് ഉദാഹരണമാണ്. അപ്പം നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും സ്ഥാനാന്തരവും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പ്രയോഗിക്കുന്ന ബലത്തിന്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം, എന്താണ് സീറോ വർക്ക്? ഞാൻ ഒരു ഭിത്തി അഥവാ ഒരു വാൾ തള്ളുകയാണ്. ഞാൻ എത്ര ഭിത്തി തള്ളിയാലും
എന്തുണ്ടാകുന്നില്ല? ഭിത്തിക്ക് ഒരു സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല, ഒരു ചലനം സംഭവിക്കുന്നില്ല. അതായത് ഞാൻ എത്ര ബലം കൊടുത്താലും ഭിത്തിക്ക് ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത്തരം വർക്കാണ് സീറോ വർക്ക് എന്ന് പറയുന്നത്. ഈ ചോദ്യം മുൻകാല ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. പുഷിംഗ് എ വാൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സീറോ വർക്ക്. ഞാൻ എത്ര ഭിത്തി തള്ളിയാലും ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല, എത്ര ബലം പ്രയോഗിച്ചാലും സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ വർക്കിനെ നമുക്ക് 3ആയി തരംതിരിക്കാം: പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിന്റെ അതേ ദിശയിൽ തന്നെയാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വർക്കിനെ പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. എന്നാൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിന്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നു. എന്നാൽ എത്ര ബലം പ്രയോഗിച്ചാലും സ്ഥാനാന്തരം ഒരു വസ്തുവിന് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരം വർക്കിനെ സീറോ വർക്ക് എന്ന് പറയാം. അപ്പോൾ വർക്കിനെ കുറിച്ച് കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം, പവർ എന്നാൽ എന്ത്? വാട്ട് ഈസ് പവർ? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് നോൺ ആസ് പവർ. പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവർ ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പോൾ ഫോർമുല എന്ത് വരും? പവർ ഇസ് ഈക്വൽ ടു പ്രവൃത്തി വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, SI യൂണിറ്റ് ജൂൾ ആണ്. എന്നാൽ ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ പവറിന്റെ യൂണിറ്റ് എന്തെഴുതാം? ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. എന്നാൽ മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ട് പവറിന്. പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് വാട്ട്. അങ്ങനെ പവറിന് 2 SI യൂണിറ്റ് ആണുള്ളത്. ഒന്ന് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ ഇക്വേഷൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്, പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം. ഇപ്പോൾ വർക്കിൻ്റെ SI യൂണിറ്റ് ജൂൾ ആണ്, ടൈമിൻ്റേത് സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. എന്നാൽ മറ്റൊരു SI യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ഈ പവർ സ്റ്റേഷനിൽ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് പവർ തരുന്ന അല്ലെങ്കിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പവർ സ്റ്റേഷൻ അഥവാ ജനറേറ്റിംഗ് സ്റ്റേഷൻ. ഈ പവർ സ്റ്റേഷനിൽ പവർ മെഷർ ചെയ്യുന്നത് വാട്ട്സിലല്ല. അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് മെഗാവാട്ട് റേഞ്ചിലാണ്. അപ്പോൾ പവർ സ്റ്റേഷനിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് റേഞ്ചിലാണ്? മെഗാവാട്ട് റേഞ്ചിലാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. എന്നാൽ പവർ സ്റ്റേഷൻ അഥവാ ജനറേറ്റിംഗ് സ്റ്റേഷൻ പവർ ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് റേഞ്ചിലെ പവറാണ്? മെഗാവാട്ടിലെ പവറാണ്. അങ്ങനെ പവർ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ വലിയ വലിയ യന്ത്രങ്ങളുണ്ട്. ജനറേറ്റർ ഉണ്ട്, മോട്ടർ ഉണ്ട്. ഈ ജനറേറ്റർ, മോട്ടർ പോലുള്ള യന്ത്രങ്ങളുടെ പവർ വോട്ടിലല്ല പറയുന്നത്. യന്ത്രങ്ങളുടെ പവർ എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റൊരു യൂണിറ്റിലാണ്. ആ യൂണിറ്റാണ് ഹോഴ്സ് പവർ. മലയാളത്തിൽ പറഞ്ഞാൽ കുതിര ശക്തി. യന്ത്രങ്ങളുടെ പവർ റേറ്റ് ചെയ്തിരിക്കുന്നത് ഹോഴ്സ് പവർ ആണ്. ഹോഴ്സ് പവർ എന്നാൽ കുതിര ശക്തി എന്ന് പറയുന്നു. ഇവിടെ ഒരു റിലേഷൻ പഠിക്കുക. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട്സ് ആണ്? 746 വാട്ട്സ് ആണ്. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. അപ്പോൾ പവർ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് നോൺ ആസ് പവർ. പവറിന്റെ ഇക്വേഷൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്കിന്റെ SI യൂണിറ്റ് ജൂൾ, ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ പവറിന്റെ SI യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. മറ്റൊരു യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷൻ അഥവാ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ വാട്ട് റേഞ്ചിലല്ല, മെഗാവാട്ട് റേഞ്ചിലാണ്. അതുപോലെ തന്നെ യന്ത്രങ്ങളായ ജനറേറ്റർ പോലുള്ള യന്ത്രങ്ങൾ റേറ്റ് ചെയ്യുന്നത് വാട്ടിലല്ല, പിന്നെയോ ഹോഴ്സ് പവറിലാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പവറിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ. അപ്പോൾ വർക്ക് കഴിഞ്ഞു, പവർ കഴിഞ്ഞു. ഇനി അടുത്തത് എനർജി, ഊർജം എന്താണെന്ന് നോക്കാം. എന്താണ് ഊർജം? ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രവൃത്തി ചെയ്യുന്നുവോ അത്രയും എനർജിയാണ് നമുക്കുള്ളത്. അപ്പം പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവ്, ദ കപ്പാസിറ്റി ടു ഡു വർക്കാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി വർക്ക്, വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു? SI യൂണിറ്റ് ജൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനർജിയുടെ SI യൂണിറ്റും എന്ത് തന്നെ പറയാം? ജൂൾ എന്ന് പറയാം. ദ കപ്പാസിറ്റി ടു ഡു വർക്ക്,
പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് എനർജി അഥവാ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആകുമ്പോൾ എനർജിയുടെ യൂണിറ്റ് അഥവാ ഊർജത്തിൻ്റെ യൂണിറ്റും ജൂൾ എന്ന് തന്നെ പറയാം. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് തോമസ് യങ്. ഊർജം അഥവാ എനർജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് തോമസ് യങ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഒരു ലോയും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഊർജ സംരക്ഷണ നിയമം എന്നാൽ എന്ത്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. ഇതുപോലെ കെമിസ്ട്രിയിലുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. It can be transformed from one form to another form. ഊർജത്തെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കില്ല, നിർമ്മിക്കുവാൻ സാധിക്കില്ല, ഊർജത്തെ നശിപ്പിക്കുവാൻ സാധിക്കില്ല. ഒരു കുറവും കൂടാതെ ഒരു രൂപത്തിൽ നിന്നും മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം പറയുന്നത് എന്താണ്? എനർജി can neither be created nor be destroyed. It can be transformed from one form to another. എനർജിയെ ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കില്ല, എനർജിയെ ഒരിക്കലും നശിപ്പിക്കാനും സാധിക്കില്ല. ഒരു നഷ്ടവും കൂടാതെ ഒരു ഫോമിൽ നിന്ന്, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഊർജ സംരക്ഷണ നിയമത്തിലൂടെ. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് 1921 എന്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ വിശദീകരണം, എക്സ്പ്ലനേഷൻ നൽകിയ വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 1921 നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ആ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതാരാണ്? അത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. എന്നാൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ അഥവാ വിശദീകരണം തന്ന വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ 1921. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്: സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഇസ് ലെയിം ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഇസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് സ്ലോഗൻ ഇദ്ദേഹത്തിൻ്റെയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയാണ്. സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഇസ് ലെയിം ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഇസ് ബ്ലൈൻഡ്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അദ്ദേഹം പറഞ്ഞത് ഊർജ്ജത്തെ ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കില്ല, ഊർജ്ജത്തെ ഒരിക്കലും നശിപ്പിക്കാനും സാധിക്കില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അദ്ദേഹത്തിന് 1921 നൊബേൽ സമ്മാനം ലഭിച്ചു. ഹെൻറിച്ച് ഹെർട്സ് കണ്ടുപിടിച്ച ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് എക്സ്പ്ലനേഷൻ, വിശദീകരണം തന്ന വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് മറ്റ് 2 പ്രധാന വസ്തുതകൾ കൂടെ പറയട്ടെ. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്നാൽ 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ആവിഷ്കരിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ. ആദ്യത്തേത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അത് 1905. എന്നാൽ 1911 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, പൊതു ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ 2 ഡേറ്റുകൾ മാറിപ്പോകരുത്. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. എന്നാൽ പൊതു ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് 1915. ഈ 2 ഡേറ്റുകൾ ഇപ്പോൾ പഠിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റ് 2 ഡേറ്റുകൾ, ഫിസിക്സിൽ പ്രധാനമായ 2 ഡേറ്റുകൾ കൂടെ പഠിച്ചിരിക്കാം. നോക്കൂ, ഈ 1905 100 കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 2005 എന്നായില്ലേ? 1905 100 കൂട്ടുമ്പോൾ 2005. ഈ 2005 എന്ന വർഷം എന്താണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ്, അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമാണ് 2005. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905, അതിൽ 100 കൂട്ടുമ്പോൾ 2005. 2005 എന്ത് ഡേ ആണ്, അല്ലെങ്കിൽ എന്ത് ഇയർ ആണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ്, അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമാണ്
2005. അതുപോലെ 1915 100 കൂട്ടുമ്പോൾ 2015. 2015 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, അന്താരാഷ്ട്ര പ്രകാശ വർഷം, ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ. അങ്ങനെ നമുക്ക് 4 വർഷം കിട്ടി. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. എന്നാൽ 2005 ഇന്റർനാഷണൽ ഫിസിക്സ് ഇയർ, അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം. 2015 ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ, അന്താരാഷ്ട്ര പ്രകാശ വർഷം. അപ്പോൾ ഈ 4 വർഷം അറിഞ്ഞിരിക്കുക. അപ്പം എനർജി, ഊർജം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവ്, പ്രവൃത്തി വർക്കിന്റെ യൂണിറ്റ് ജൂൾ. അതുകൊണ്ട് തന്നെ എനർജിയുടെ യൂണിറ്റും SI യൂണിറ്റും ജൂൾ എന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു വർക്കിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗാണ്. അപ്പോൾ വർക്കിന്റെ CGS യൂണിറ്റ് എർഗാണെങ്കിൽ എനർജിയുടെ CGS യൂണിറ്റും എന്ത് തന്നെ പറയാം? എർഗ് എന്ന് പറയാം. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? തോമസ് യങ്. ഇനി നമുക്ക് ഊർജത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഊർജത്തെ രണ്ടായി തിരിക്കാം. കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം, 2 പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത്, എന്താണ് കൈനറ്റിക് എനർജി അഥവാ എന്താണ് ഗതികോർജം? ഒരു ചലിക്കുന്ന വസ്തുവിൽ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം. ഉദാഹരണത്തിന്, റോഡിൽ കൂടെ ഒരു കാർ ഓടുകയാണ്. അപ്പൊ ചലിക്കുന്ന ഒരു വസ്തുവാണ്. ഈ ചലിക്കുന്ന വസ്തുവിൽ ഉണ്ടാകുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചലിക്കുവാണ്. ചലിക്കുന്ന നമ്മളിൽ ഉണ്ടാകുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം. ചലിക്കുന്ന ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ദ എനർജി possessed by a body due to its motion. ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഹാഫ് mv². കൈനറ്റിക് എനർജി അഥവാ ഗതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് m×v². m എന്ന് പറയുന്നത് മാസ് അഥവാ പിണ്ഡം. m എന്ന് പറയുന്നത് മാസ് അഥവാ പിണ്ഡം. v എന്ന് പറയുന്നത് വെലോസിറ്റി. വെലോസിറ്റിക്ക് മലയാളത്തിൽ പറയുന്നത് പ്രവേഗം. വെലോസിറ്റി അഥവാ പ്രവേഗം എന്ന് പറയുന്നു. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv². m എന്ന് പറയുന്നത് മാസ് അഥവാ പിണ്ഡം, v = വെലോസിറ്റി അഥവാ പ്രവേഗമാണ്. അടുത്തത് പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം. എന്താണ് സ്ഥിതികോർജം? ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ, രൂപമാറ്റം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്ട്രെയിൻ കൊണ്ടോ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം. ഒരു വസ്തുവിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനം കൊണ്ടോ അഥവാ രൂപമാറ്റം എന്നാൽ സ്ട്രെയിൻ, രൂപമാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന ഊർജത്തെ എന്തു പറയുന്നു? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഒരു മേശപ്പുറത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുന്നത് മേശപ്പുറത്താണ്, ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ആ വസ്തുവിന് ഉണ്ടാകുന്ന എനർജി എന്താണ്? സ്ഥിതികോർജമാണ്. സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന എനർജിയാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഞാൻ പറഞ്ഞു രൂപമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന എനർജിയും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നു. രൂപമാറ്റം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന്, ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തു. റബ്ബർ ബാൻഡിനെ ഞാൻ വലിച്ചു. ഈ വലിക്കുന്ന ഈ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡിൽ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം എന്ന് പറയുന്നത്. സാധാരണയായിരുന്ന റബ്ബർ ബാൻഡിനെ ഞാനൊന്ന് വലിക്കുകയാണ്. വലിക്കുമ്പം അതിന് രൂപമാറ്റം സംഭവിച്ചു. അങ്ങനെ രൂപമാറ്റം സംഭവിച്ച ആ ഒരു വസ്തുവിന് എന്ത് എനർജിയുണ്ട്? പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജമുണ്ട്. അല്ലെങ്കിൽ ഒരു കോയിൽ അഥവാ ഒരു സ്പ്രിങ്, ആ സ്പ്രിങ് നേരായ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വലിച്ചു. അപ്പോൾ രൂപമാറ്റം സംഭവിച്ചു. ഇങ്ങനെ രൂപമാറ്റം സംഭവിക്കുമ്പോൾ ആ ഒരു വസ്തുവിന് ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി m×g×h. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് m×g×h. m എന്ന് പറയുന്നത് മാസ്, g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറയുന്നത് ഹൈറ്റ്
ഹൈറ്റ്, ഏത് ഹൈറ്റിലാണോ ആ വസ്തു ഇരിക്കുന്നത്. എം മാസ് അഥവാ പിണ്ഡം, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മലയാളത്തിൽ ഭൂഗുരുത്വാകർഷണ ത്വരണം. എച്ച് എന്ന് പറയുന്നത് ഉയരം അഥവാ ഹൈറ്റ്. അപ്പോൾ കൈനറ്റിക് എനർജി കഴിഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി കഴിഞ്ഞു. ഇനി മറ്റൊരു ഉദാഹരണം ചോദിക്കട്ടെ. എയ്റോപ്ലെയിൻ, ഒരു വിമാനം ആകാശത്തിലൂടെ പറക്കുകയാണ്. ആ വിമാനത്തിൽ എന്ത് എനർജിയാണുള്ളത്? നോക്കുമ്പോൾ വിമാനം ആകാശത്തിലാണല്ലോ, അപ്പോൾ ഒരു ഹൈറ്റ്, ഉയരത്തിലിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് ആ വസ്തുവിന് ഉണ്ടാകേണ്ട എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്, സ്ഥിതികോർജ്ജമാണ്. എന്നാൽ ആലോചിക്കുക, വിമാനം ചലിക്കുകയാണ്, വിമാനം പറക്കുകയാണ്. അപ്പോൾ ചലിക്കുമ്പോൾ വിമാനത്തിന് എന്ത് എനർജി ഉണ്ടാകും? കൈനറ്റിക് എനർജി ഉണ്ടാകും. ആകാശത്ത് പൊങ്ങി നിൽക്കുക മാത്രമല്ല, വിമാനം എന്ത് ചെയ്യുകയാണ്? ചലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിമാനത്തിന് രണ്ട് എനർജിയും ഉണ്ടാകും, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഒഴുകുന്ന ജലം ഒഴുകുകയാണ്, ചലിക്കുകയാണ്. അപ്പോൾ എന്ത് എനർജി ഉണ്ടാകും? കൈനറ്റിക് എനർജി ഉണ്ടാകും. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, ഡാമിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡാം എന്ന് പറയുന്നത് ഒരു ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഉദാഹരണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു ചലിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജി, എന്നാൽ ഒരു ഹൈറ്റിലിരിക്കുന്ന വസ്തുവിന് ഉണ്ടാകുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി. രൂപമാറ്റം സംഭവിച്ച ഒരു വസ്തുവിനും എന്ത് എനർജി തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജ്ജം തന്നെയാണ്. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ, സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ്, അതുപോലെ തന്നെ ഒരു കോയിൽ അഥവാ ഒരു സ്പ്രിങ്ങിനെ ഞാൻ വലിച്ചാലും അതിന് രൂപമാറ്റം സംഭവിച്ചു, ഒരു സ്ട്രെയിൻ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു m × g × h. ഇനി കഴിഞ്ഞ ഒരു പ്രീവിയസ് ചോദ്യമാണ്, ഡിഗ്രിക്ക് ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഞാൻ ഒരു പന്തെടുത്ത് മുകളിലേക്ക് എറിയുകയാണ്. അപ്പം ഞാനൊരു പന്തെടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പം ഞാൻ ഒരു പന്തെടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈറ്റ് കൂടുകയാണ്. അപ്പം ഹൈറ്റ് കൂടുമ്പോൾ എന്ത് എനർജി കൂടും? പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും, കൈനറ്റിക് എനർജി കുറവായിരിക്കും. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും, കൈനറ്റിക് എനർജി കുറയും. എന്നാൽ ഞാൻ ഒരു പന്തെടുത്ത് താഴേക്ക് നിലത്തേക്ക് ഇടുകയാണ്. നിലത്തേക്കിടും, പന്ത് താഴെ വരുംതോറും എന്ത് എനർജി കുറയും? ഹൈറ്റ് കുറയുകയാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കുറയും, എന്നാൽ കൈനറ്റിക് എനർജി കൂടും. ഈ രണ്ട് വസ്തുത പഠിച്ചിരിക്കുക. ഞാൻ ഒരു ബോൾ എടുത്ത് എറിയുകയാണ്. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടുകയും കൈനറ്റിക് എനർജി കുറയുകയും ചെയ്യുന്നു. എന്നാൽ ഒരു പന്തെടുത്ത് ഞാൻ നിലത്തേക്കിടുമ്പോൾ ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് വരുന്നതിനാൽ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കുന്നു? കൂടുകയും ചെയ്യുന്നു. ഇനി സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ്. അതായത് ആ വസ്തുവിൻ്റെ വെലോസിറ്റി, പ്രവേഗം രണ്ടിരട്ടി ആയിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് × mv² ആണ്. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, വെലോസിറ്റി അഥവാ പ്രവേഗം എന്തായി? രണ്ടിരട്ടിയായി. അതായത് ഈ വിക്ക് പകരം 2v ആയി. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ഇക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ നോക്കൂ, ഹാഫ് × m × v രണ്ടിരട്ടിയായി. വിക്ക് പകരം എന്തെഴുതണം? 2v the whole square, that is half × m × 4v². ഈ 4 പുറത്തേക്ക് എഴുതി നോക്കൂ, that is equal to 4 × half mv². ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ v 2v ആയി, രണ്ടിരട്ടിയായാൽ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 4 ഇരട്ടിയാകും. സാധാരണ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് mv² ആണ്. എന്നാൽ വെലോസിറ്റി അഥവാ പ്രവേഗം രണ്ടിരട്ടിയാകുമ്പോൾ ഇവിടെ v² ഉള്ളതുകൊണ്ട് സ്ക്വയർ വരുന്നത് കാരണം 2² 4. അങ്ങനെ കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാകും? 4 ഇരട്ടി. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, കാണാണ്ടങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഒരു വസ്തുവിൻ്റെ പ്രവേഗം അഥവാ വെലോസിറ്റി രണ്ടിരട്ടി ആയിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 4 ഇരട്ടിയാകുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജമാണ് വൈദ്യുതോർജ്ജം, ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജം അളക്കുന്ന ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം അളക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് എന്ത്? ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ കിലോ വാട്ട് അവർ ആണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. മുന്നേ ഇതിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്,
1 വാട്ട് അവർ എന്ന് പറയുന്നത് എത്ര ജൂൾസ് ആണ്? ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾ ആണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾ ആണ്. എന്നാൽ ചിലപ്പോൾ ചോദിക്കും, വാട്ട് അവർ എന്ന് ചോദിക്കില്ല, ഒരു കിലോ വാട്ട് അവർ എത്ര ജൂൾ ആണ്? ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അതായത് ഒരു വാട്ട് അവർ 3600 ജൂൾസ് ആണ്. കിലോ വാട്ട് എന്ന് പറയുമ്പം ഇതിൻ്റെ കൂടെ ഇൻറ്റു 1000 കൂടെ ചെയ്താൽ മതി. അതുകൊണ്ട് ആ 1000 കൂടെ ചേർത്തിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അപ്പോൾ വൈദ്യുതോർജ്ജം അളക്കുന്ന ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ ആണ്. 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾസ് ആണ്. എന്നാൽ ചിലപ്പോൾ ചോദിക്കാം, ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ വാട്ട് അവർ 3600 ജൂൾസ് ആണ്. കിലോ വാട്ട് അവർ ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ ഇൻറ്റു 10 ക്യൂബും കൂടെ ചെയ്ത് എഴുതുന്നതാണ് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അപ്പോൾ ഇത്രയുമാണ് എനർജി എന്നാൽ എന്ത് എന്നുള്ളതിന് ഇത്രയും കഴിയുമ്പോൾ ബേസിക് എനർജിയെ കുറിച്ചുള്ള ഒരു ഐഡിയ കഴിഞ്ഞു. ഇനി ഇതിൽ പഠിക്കേണ്ട പ്രധാനമായ മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. എന്താണ് ട്രാൻസ്ഡ്യൂസേഴ്സ്? ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ ഡിവൈസസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻറ്റു അതർ. ഒരു ഫോം എനർജിയെ മറ്റൊരു ഫോമിലാക്കുന്ന ഡിവൈസ് അഥവാ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ. നമുക്ക് ഓരോ ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് പരിചയപ്പെടാം. ഒന്ന് ഡൈനമോ. ഡൈനമോ അഥവാ ജനറേറ്റർ. എങ്ങനെ ചോദിച്ചാലും മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഡൈനമോ അഥവാ ജനറേറ്റർ. മെക്കാനിക്കൽ എനർജി എന്നാൽ യാന്ത്രിക ഊർജം, ഇലക്ട്രിക്കൽ എനർജി എന്നാൽ വൈദ്യുത ഊർജം. അപ്പോൾ യാന്ത്രിക ഊർജത്തെ വൈദ്യുതോർജമാക്കുന്ന ഡിവൈസ് ഏതാണ്? ഡൈനമോ, അല്ലെങ്കിൽ എന്ത് പറയാം? ജനറേറ്റർ. അപ്പോൾ ഡൈനമോ അഥവാ ജനറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു, യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്നു. എന്നാൽ ഇതിൻ്റെ നേരെ തിരിച്ചുള്ള പ്രവർത്തനം, വിപരീത പ്രവർത്തനമാണ് ആര് നടത്തുന്നത്? മോട്ടോർ നടത്തുന്നത്. ജനറേറ്ററിന്റെ വിപരീത പ്രവർത്തനമാണ് മോട്ടോർ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ട് മറ്റത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അങ്ങ് പഠിച്ചാൽ മതി. അല്ലാതെ രണ്ടും കൂടെ പഠിച്ചാൽ കൺഫ്യൂഷൻ ആകും. ഒന്നുകിൽ ജനറേറ്റർ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ മോട്ടോർ പഠിച്ചു വയ്ക്കുക. അതിന്റെ വിപരീതമാണ് മറ്റതിൽ നടക്കുന്നത് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തതാണ് ഫാൻ. ഫാൻ നിങ്ങൾക്കെല്ലാം അറിയാം. ഫാനിൽ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി. ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഫാനിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ, വൈദ്യുതോർജത്തെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, യാന്ത്രികോർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് അയൺ ബോക്സ്. അയൺ ബോക്സിൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അയൺ ബോക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു, ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടിയാണ് വൈദ്യുതോർജത്തെ എന്തായി മാറ്റുന്നു? ഹീറ്റ് എനർജി അഥവാ താപോർജമായി മാറ്റുന്നു. അടുത്തത് ബൾബ്. ബൾബിൽ ശ്രദ്ധിക്കുക, ബൾബിൽ ഇലക്ട്രിക്കൽ എനർജിയെ രണ്ട് രീതിയിലെ എനർജിയാക്കി മാറ്റുന്നുണ്ട്. അതായത് രണ്ട് ഫോംസ് ഓഫ് എനർജിയായി മാറുന്നുണ്ട്. നോക്കാം. ഒന്ന്, ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജത്തെ പ്രകാശ ഊർജവും താപോർജവുമായി മാറ്റുന്നു. അതായത് ബൾബ് കത്തുമ്പോൾ പ്രകാശമുണ്ടാകുന്നു. മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ ബൾബിൽ നേരത്തെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി അഥവാ ഹീറ്റ് എനർജി ഇവ രണ്ടുമാക്കി മാറ്റുന്നത് ആരാണ്? ബൾബ്. അപ്പോൾ ബൾബ് ചോദിക്കുമ്പോൾ ലൈറ്റ് എനർജി എന്ന ഓപ്ഷൻ മാത്രം എഴുതരുത്, താപോർജം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടുള്ള ഓപ്ഷൻ വേണം എഴുതാൻ. അടുത്തത് രണ്ടും തിരിഞ്ഞു പോകുന്ന മറ്റു രണ്ടെണ്ണമാണ് മൈക്രോഫോണും ലൗഡ് സ്പീക്കറും. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ മൈക്കാണ്. അപ്പം മൈക്കിലൂടെ നമ്മൾ എന്താണ്? സൗണ്ട് അഥവാ ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. മൈക്രോഫോൺ എന്നാൽ മൈക്കിലൂടെ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും സൗണ്ടാണ് ഇൻപുട്ട്. സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. മൈക്രോഫോണിന്റെ എതിർ പ്രവർത്തനമാണ് ലൗഡ് സ്പീക്കറിൽ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, മറ്റത് ഇതിന്റെ വിപരീതമാണെന്ന് പഠിക്കുക. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജിയായി മാറുന്നു, വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും കുറച്ചും കൂടെ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പം ഡൈനമോ അഥവാ ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. മോട്ടോർ നേരെ തിരിച്ചാണ്, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഫാൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. അയൺ ബോക്സ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കുന്നു. ബൾബ് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജം സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. ലൗഡ് സ്പീക്കർ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയാക്കി മാറ്റുന്നു.
അടുത്ത ട്രാൻസ്ഡ്യൂസർ നോക്കാം, സോളാർ സെൽ. സോളാർ സെൽ എന്ന് പറയുമ്പം സൂര്യനിൽ നിന്നും ഡയറക്റ്റായിട്ട് ലൈറ്റ് പതിക്കുകയാണ്. അപ്പം എന്ത് എനർജിയാണ്? ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി എന്തായി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നു. അപ്പോൾ പ്രകാശ ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് ആരാണ്? സോളാർ സെല്ലാണ്. അടുത്തത് കത്തുന്ന മെഴുകുതിരി. അപ്പോൾ ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ചു, എന്ത് ഊർജ്ജം എന്തിലേക്കാണ് മാറുന്നത്? ഒരു മെഴുകുതിരി കത്തുമ്പോൾ രാസോർജ്ജം, കെമിക്കൽ എനർജി എന്തായി മാറുന്നു? പ്രകാശം, ലൈറ്റ് എനർജിയായി മാറുന്നു. മാത്രമല്ല, നേരത്തെ ബൾബ് പറഞ്ഞതുപോലെ തന്നെ കത്തുമ്പോൾ ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ കെമിക്കൽ എനർജി എന്തൊക്കെയായി മാറുന്നു? ലൈറ്റ് എനർജിയായി മാറുന്നു, ഹീറ്റ് എനർജിയായി മാറുന്നു. രാസോർജ്ജം, പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. അടുത്തത് ആവിയന്ത്രം, സ്റ്റീം ടർബൈൻ. സ്റ്റീം ടർബൈൻ എന്ത് എനർജിയാക്കിയാണ് മാറ്റുന്നത്? അപ്പോൾ ആവിയന്ത്രം താപ ഊർജ്ജം, ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? ഈ ആവിയന്ത്രം സ്റ്റീം ടർബൈനിൽ ഒരു ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ആവിയന്ത്രം ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. സ്റ്റീം ടർബൈനിൽ ഒരു ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടുണ്ട്. ആ ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്റർ. ഹീറ്റർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണം, നമ്മുടെ വീട്ടിൽ ഹീറ്റർ ഉണ്ട്, നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തിനു വേണ്ടിയിട്ടാണ്? ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? ഹീറ്റ് എനർജിയായി മാറുന്നു. അടുത്തത് ഇലക്ട്രിക് ബെല്ല്. ബെല്ലെന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജിയായി മാറുന്നു. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. അവസാനത്തേത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പ്രകാശ സംശ്ലേഷണം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ സൂര്യപ്രകാശം, അതായത് ലൈറ്റ് എനർജി, സൺലൈറ്റ്, ലൈറ്റ് എനർജിയെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് പലതരം ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ഇന്ന് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു 2 മിനിറ്റ്. അപ്പം ആദ്യമായി എന്തു പഠിച്ചു? വർക്ക്, പ്രവൃത്തി എന്താണെന്ന് പഠിച്ചു. എന്താണ് പ്രവൃത്തി? ഞാൻ പറയുമ്പോൾ നിങ്ങളത് മനസ്സിൽ ഒന്ന് പറയാൻ ശ്രമിക്കുക. എന്താണ് പ്രവൃത്തി? ഒരു ബലം ഒരു വസ്തുവിൽ പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ചലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ. അതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ എന്ന യൂണിറ്റും എഴുതും. അഥവാ വർക്കിൻ്റെ യൂണിറ്റ് അഥവാ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. വർക്കിനെ 3ആയി തിരിക്കാം എന്ന് പറഞ്ഞു. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ദിശയിലാണെങ്കിൽ പോസിറ്റീവ് വർക്ക്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എതിർ ദിശയിലാണെങ്കിൽ നെഗറ്റീവ് വർക്ക്. എന്നാൽ എത്ര ഫോഴ്സ് അഥവാ എത്ര ബലം കൊടുത്താലും ഒരു വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ലെങ്കിൽ അത്തരം വർക്കിനെ പറയുന്ന പേരാണ് സീറോ വർക്ക്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. പുഷിങ് എ വോൾ, ഒരു ഭിത്തി തള്ളിക്കഴിഞ്ഞാൽ എത്ര തള്ളിയാലും ഭിത്തി മാറുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാകുമ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു 0. എന്താണ് പവർ? പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അഥവാ വാട്ട് എന്ന് പറയുന്നു. പവർ സ്റ്റേഷനിലെ പവർ നമ്മൾ മെഷർ ചെയ്യുന്നത് മെഗാവാട്ട് റേഞ്ചിലാണ്. യന്ത്രങ്ങളുടെ പവർ അറിയപ്പെടുന്നത് ഹോഴ്സ് പവർ ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അടുത്തത് എനർജി, ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്നു ഊർജം അഥവാ എനർജി. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. എനർജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. എനർജിയെ 2ആയി തിരിക്കാം, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. കൈനറ്റിക് എനർജി ഗതികോർജം, പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജമാണ്. കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം എന്നാൽ എന്താണ്? ചലനം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചലനം മൂലം ലഭ്യമാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഉദാഹരണത്തിന് ഒരു കാർ റോഡിൽ കൂടെ മൂവ് ചെയ്യുകയാണ്, ചലിക്കുകയാണ്, കൈനറ്റിക് എനർജിയുടെ ഉദാഹരണമാണ്. എന്നാൽ ഒരു വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരു പുസ്തകം ഞാനൊരു ഹൈറ്റിൽ വച്ചിരിക്കുകയാണ്, അപ്പോൾ ഹൈറ്റിലിരിക്കുന്ന ആ പുസ്തകത്തിനുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. രൂപമാറ്റം എന്ന് പറയുമ്പോൾ ഒരു റബ്ബർ ബാൻഡിനെ സ്ട്രെച്ച് ചെയ്യുന്നു, ഒരു കോയിലിനെ സ്ട്രെച്ച് ചെയ്യുന്നു, അപ്പോൾ രൂപമാറ്റം സംഭവിക്കുന്നു. അത്തരം എനർജിയും എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv². പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh. ഇത് കഴിഞ്ഞ് എന്തു പഠിച്ചു? ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് പഠിച്ചു. ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിൻ്റെ പല ഉദാഹരണങ്ങളും ഇവിടെ പഠിച്ചു. അങ്ങനെ വർക്ക്, പവർ, എനർജി ഈ ചാപ്റ്റർ ഇവിടെ പൂർത്തിയായി. താങ്ക് യു.